മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് അടക്കം 3 പേർക്കെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി തുടങ്ങി. ഹർത്താലിനെ തുടർന്ന് നിർത്തിവെച്ച പൊതുഗതാഗത സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടയിലുണ്ടാകുന്ന അക്രമങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും വീഡിയോ റെക്കോർഡ് കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഇങ്ങനെയുണ്ടാകുന്ന നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഡീൻ കുര്യാക്കോസ് അടക്കം 3 പേർക്കെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത്. കാസർഗോഡ് UDF ജില്ലാ ചെയർമാൻ കമറുദ്ദീൻ, UDF കൺവീനർ ഗോവിന്ദൻ നായർ എന്നിവരാണ് കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ട മറ്റ് 2 പേർ. ഇവർക്ക് പോലീസ് മുഖാന്തരം നോട്ടീസ് അയക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. കോടതിയുടെ നടപടികളുമായി സഹകരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. കോടതിയുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട്, കോടതി നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ 100% സഹകരിക്കും. ഞങ്ങൾ കോടതിയെ ധിക്കരിക്കുന്നവരോ നിയമവ്യവസ്ഥിതിയെ ധിക്കരിക്കുന്നവരോ അതിനെ പൊതുമധ്യത്തിൽ അവഹേളിക്കുന്നവരോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഈ സമരം പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ള ഒരു അനിവാര്യമായ ഒരവസ്ഥ വന്നുപെടുകയായിരുന്നു. ഹർത്താൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ന്യായീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ആരെങ്കിലും ഹർത്താലിന് ആഹ്വാനം ചെയ്താൽ സർക്കാർ സർവീസുകൾ അടക്കമുള്ള പൊതു സർവീസുകൾ നിർത്തിവെക്കരുത്. നിയമവിരുദ്ധ ഹർത്താലെന്ന പേരിൽ പൊതു സർവീസുകൾ നിർത്തിവെക്കുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമായി കണക്കാക്കേണ്ടി വരും. കോടതി ഉത്തരവ് ലംഘിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം റദ്ദാക്കാൻ കഴിയുമോ എന്നും വാദത്തിനിടെ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകരോട് ചോദിച്ചു. ഹർത്താലിനെ നേരിടാൻ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മുന്നറിയിപ്പില്ലാതെ പ്രഖ്യാപിക്കുന്ന ഹർത്താലുകൾ നിയമവിരുദ്ധമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. മീഡിയ 1 കൊച്ചി.